ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് നഗരത്തിലെ മഴക്കെടുതിക്ക് പ്രധാന കാരണം ശരിയായ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതാണെന്ന് ഈ മഴക്കാലവും തെളിയിച്ചു. മഴ കനത്താൽ പ്രധാന ജംഗ്ഷനുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സം വരെ ഉണ്ടാകാറുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഓടകളെ ശരിയാം വിധം വൃത്തിയാക്കാത്തതാണ് ഈ പ്രധാന ജംഗ്ഷനുകളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. പ്രധാന വാർത്തകളിലേക്ക്. കാലവർഷം കനത്തു. ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിൽ കൃഷിനാശം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷനിലെ കുടുംബശ്രീയെ തകർക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് നടത്തി. റോഡ് എഞ്ചിനീയറിംഗിലെ പിഴവും വാഹനപ്പെരുപ്പവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് റോഡപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് സിറ്റി പോലീസ് മേധാവി AV ജോർജ്. വിശദമായ വാർത്തകളിലേക്ക്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷനിലെ കുടുംബശ്രീയെ തകർക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CDS ചെയർപേഴ്സൺമാരായ PP ഷീജ, ഷീജ വിനോദ്, ഷീബ എന്നിവർ നേതൃത്വം നൽകി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷനിലെ കുടുംബശ്രീയെ തകർക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ടാഗോർ ഹാൾ പരിസരത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. കോർപ്പറേഷൻ CDSന്റെ പ്രവർത്തനങ്ങളെ തരം താഴ്ത്തിയും സേവനങ്ങളെ വില കുറച്ചു കാണുകയും ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുടെ സമീപനം അപലപനീയമാണെന്ന് മാർച്ചിന് നേതൃത്വം നൽകിയ CDS ചെയർപേഴ്സൺമാരായ PP ഷീജ, ഷീജ വിനോദ്, K ബീന എന്നിവർ കുറ്റപ്പെടുത്തി. ഷോപ്പ്, കിയോസ്ക്, ഡ്രസ് ബാങ്ക് തുടങ്ങിയവയെക്കുറിച്ചുന്നയിച്ച ആരോപണങ്ങൾ അജ്ഞത മൂലവും വസ്തുതകൾ മനസ്സിലാക്കാതെയുമാണ്. ഇക്കാര്യത്തിൽ മേയർക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനമില്ലാത്തതാണ്. കോർപ്പറേഷനിലെ UDF അംഗങ്ങൾ ഉയർത്തിയ ആരോപണം ചില ലോബികളെ സഹായിക്കാൻ മാത്രമേ ഉതകൂ. ഇത്തരം നീക്കങ്ങളെ പ്രവർത്തന പാരമ്പര്യം കൊണ്ടും ജനശക്തി കൊണ്ടും കുടുംബശ്രീ ചെറുത്തു തോൽപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നമ്മൾക്കറിയാം, കുടുംബശ്രീ വളർന്ന് വലിയൊരു പന്തലിച്ച് നിൽക്കുന്ന സമയത്ത് ആ വൃക്ഷത്തെ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനും, അതേപോലെ തന്നെ അവരുടെ കത്ത് പ്രകാരം അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ഈ പദ്ധതി പ്രകാരം സംരംഭം തുടങ്ങാനും ഉള്ള അനുമതി അവർ തന്നിട്ടാണ് ഞങ്ങൾ അവർക്ക് ഈ ഒരു സംഭവം ഈ ഷോപ്പാണ് അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ നോക്കുന്നത്. ഈ ഷോപ്പിന് UDFന്റെ 20 വാർഡിൽ നിന്ന് ഞങ്ങൾ ഗുണഭോക്താക്കളെ ക്ഷണിച്ചു. പകുതിയിലേറെ 3/4 ഭാഗവും ഈ പത്രസമ്മേളനം വിളിച്ച കൗൺസിലർമാരുടെ വാർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കനത്ത നാശനഷ്ടം വിധിച്ച് ജില്ലയിൽ കാലവർഷം തുടരുന്നു. കനത്ത മഴയിൽ 1 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. 9 ഹെക്ടർ പ്രദേശത്തുള്ള കൃഷിയും നശിച്ചു. മലയോര മേഖലയിലാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്.
വൈകിയെത്തിയ കാലവർഷം ജില്ലയിൽ കനത്തു. 3 ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നഷ്ടമാണുണ്ടായത്. കൂടാതെ ഒരു ജീവനും നഷ്ടമായി. തിങ്കളാഴ്ച ജില്ലയിൽ പെയ്ത മഴയിൽ 1 കോടിയോളം രൂപയുടെ കൃഷിനാശമാണുണ്ടായത്. 9 ഹെക്ടർ പ്രദേശത്തുള്ള കൃഷിയും നശിച്ചു. മലയോര മേഖലയിലാണ് മഴ കൂടുതൽ നാശനഷ്ടം വിതച്ചത്. 22 വീടുകളാണ് തകർന്നത്. കോഴിക്കോട് താലൂക്കിൽ 3 വീടുകളും താമരശ്ശേരിയിൽ 2ഉം വടകരയിൽ 11ഉം കൊയിലാണ്ടിൽ 6 വീടുകളും നശിച്ചു. കൂടാതെ 33ഓളം വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണതു കാരണം പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും വാഹന ഗതാഗതം ഭാഗികമായും തടസ്സപ്പെട്ടു. കൂടാതെ വിവിധ ഗ്രാമപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ജില്ലയിലെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വെസ്റ്റ് ഹിൽ കോന്നോട് ബീച്ചിൽ കടൽഭിത്തി തകർന്നു. ബേപ്പൂർ അഴിമുഖത്തും കടൽക്ഷോഭം ശക്തമായിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ മണിക്കൂറുകളോളം തോരാതെ പെയ്ത മഴയിൽ ഗതാഗതം താറുമാറാവുകയും യാത്രക്കാരും നഗരവാസികളും വിദ്യാർത്ഥികളും ഗതാഗതക്കുരുക്കിലും വെള്ളക്കെട്ടിലും കുരുങ്ങി വലഞ്ഞു. മാവൂർ റോഡിന്റെ ഇരുഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങിയിരുന്നു. നീണ്ട മഴയിൽ പ്രധാന നിരത്തുകളായ മുഫിസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മാവൂർ റോഡ്, രാജാജി റോഡ് ജംഗ്ഷൻ, സ്റ്റേഡിയം പരിസരം എന്നിവിടങ്ങളിലും പാവമണി റോഡ്, ചിന്താവളപ്പ്, രാമോഹൻ റോഡ് എന്നിവയിലും വെള്ളം കയറിയതോടെ നഗരം നിശ്ചലമായി. നഗരവും ഗ്രാമപ്രദേശങ്ങളും വെള്ളക്കെട്ടിൽ അമർന്നതോടെ കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് കലക്ടർ CA ലത ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 15 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. ജില്ലയിലെ കാലവർഷക്കെടുതി സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുന്നതിനായി കലക്ടറേറ്റിലെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. വിവരങ്ങൾ അറിയിക്കാൻ 049523710002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വൈകിയെത്തിയ കാലവർഷം തകർത്തു വീഴുകയാണ്. തുള്ളിക്ക് ഒരു കുടമെന്ന പോലെ തോരാതെ പെയ്യുന്ന മഴയിൽ നാടും നഗരവും ഒന്നാകെ കുളിരണിയുകയാണ്. നൈനുവിന്റെ റിപ്പോർട്ടിലേക്ക്. മഴയ്ക്കായി വേഴാമ്പലിനെ പോലെ കാത്തിരുന്നപ്പോൾ മഴക്കാലം കഴിഞ്ഞത് ആരും അറിഞ്ഞില്ല. ഇനി വരൾച്ചയുടെ നാളുകളാണെന്ന ആദിയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചത്. എന്നാൽ കാലവർഷം കണക്കു തെറ്റിച്ചെത്തിയപ്പോൾ നാടും നഗരവും ഒന്നാകെ വെള്ളത്തിലാണ്. തുള്ളിക്ക് ഒരു കുടമെന്ന പോലെ മഴ തകർത്തു പെയ്യുമ്പോൾ അതിൽ മലയാളിയുടെ മണ്ണും മനസ്സും കുളിരണിയുകയാണ്. എന്നാൽ മഴ തോരാതായപ്പോൾ എവിടെയും നാശനഷ്ട കണക്കുകളാണ് കേൾക്കുന്നത്. അപകടങ്ങളും മരണവാർത്തകളുമെല്ലാം ഇതിൽ പ്രധാനികൾ. പിന്നീട് ശാപനോട്ടത്തോടെയാണ് മഴയെ എല്ലാവരും മുന്നിലെത്തുന്നത്. ഈ വർഷം ആവശ്യത്തിന് മഴ ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. അതിനാൽ വൈദ്യുതി പ്രതിസന്ധിയും വരൾച്ചയും കുടിവെള്ളക്ഷാമവും എല്ലാം ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരം പ്രതിസന്ധികൾക്ക് തടയിടാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രകൃതി നൽകുന്ന ശുദ്ധജലം കുത്തിയൊലിച്ച് കടലിൽ പതിക്കുകയും മഴ മാറുമ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന നമ്മുടെ രീതിക്ക് മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ കുടിനീർ സംരക്ഷിക്കാനും അത് നാളേക്ക് സംഭരിച്ചു വെക്കാനും വേണ്ട പദ്ധതികൾക്ക് തുടക്കം കുറിക്കണം. അത് പ്രാവർത്തികമായി എല്ലാവരിലും എത്തിക്കാനും അത് ഫലപ്രദമായി നടപ്പിലാക്കാനും സാധിക്കണം. പച്ചവിരിച്ച നമ്മുടെ നാട് ജലസമൃദ്ധിയായി എന്നും സമ്പുഷ്ടമാവണം. നൈനു ന്യൂസ് ഡെസ്ക്. കർഷകർക്കെതിരെ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ദ്രോഹ നടപടികൾക്കെതിരെ കിസാൻ ജനത ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കിസാൻ ജനത ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകർക്കെതിരെ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ദ്രോഹ നടപടികൾക്കെതിരെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ ഫാമുകൾ സർക്കാർ ഏറ്റെടുക്കുക, ഫാമുകൾ ആധുനികവൽക്കരിക്കുക, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ധിക്കാരപരമായ തീരുമാനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ മറ്റെല്ലാ ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വം വിവേചനപരമായും കർഷക വിരുദ്ധമായും പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കിസാൻ ജനത ജില്ലാ സെക്രട്ടറി PS തോമസ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി വത്സൻ എടത്തോടൻ, HMS ജില്ലാ പ്രസിഡന്റ് ബിജു ആന്റണി, K കുഞ്ഞിരാമൻ മാസ്റ്റർ, DP പ്രകാശൻ, KG രാമനാരായണൻ, K രാമൻകുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. റോഡ് എഞ്ചിനീയറിംഗിലെ പിഴവും വാഹനപ്പെരുപ്പവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് റോഡപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. നാറ്റ്പാക് നേതൃത്വത്തിൽ ജില്ലയിലെ 100 വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായി നടത്തിയ ദ്വിദിന റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡപകടങ്ങൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ കുറയ്ക്കാനാകൂ എന്ന കാര്യം മനസ്സിലാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി സംസ്ഥാനത്ത് ബൃഹത്തായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം വിദ്യാലയങ്ങളിലൂടെ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പരിശീലന പരിപാടികളാണ് ആരംഭിച്ചത്.
മിനി ബൈപ്പാസിൽ നവജ്യോതി റിന്യൂവൽ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട് ജില്ലയിലെ 100 സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100 അധ്യാപകരാണ് പങ്കെടുക്കുന്നത്. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹായത്തോടെ ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രമായ നാറ്റ്പാക് ആണ് റോഡ് സുരക്ഷാ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുവാൻ പ്രധാന കാരണം റോഡ് എഞ്ചിനീയറിംഗിലെ പിഴവും വാഹനപ്പെരുപ്പവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപകട കാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ നാറ്റ്പാക് സന്നദ്ധമാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് അതത് സ്കൂളുകളിലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശീലനത്തിന്റെ മാസ്റ്റർ ട്രെയിനിംഗ് ആയിരിക്കും നൽകുന്നത്. റോഡ് സുരക്ഷാ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നാറ്റ്പാക് തയ്യാറാക്കി നൽകിയിട്ടുള്ള മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന സ്കൂൾ റോഡ് സുരക്ഷാ സെൽ പ്രവർത്തനം ഈ അധ്യാപകനാണ് സ്കൂളുകളിൽ ആരംഭിക്കേണ്ടത്. ഈ സെല്ലിന്റെ തുടർ നടപടിയെ സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനവും നോഡൽ ഓഫീസറായി പറഞ്ഞിരിക്കുന്ന ആളിന്റെ മേൽനോട്ടത്തിലും പൂർണ്ണ ഉത്തരവാദിത്വത്തിലുമാണ് നടപ്പിലാക്കേണ്ടത്. ഗതാഗത അപകട പശ്ചാത്തലം, അപകടങ്ങൾക്കുള്ള കാരണം, അവ എങ്ങനെ കുറയ്ക്കാം, കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പാക്കാം തുടങ്ങിയവ സംബന്ധിച്ചും പരിശീലനം നൽകുന്നുണ്ട്. നാറ്റ്പാക് ഡിവിഷൻ ഹെഡും സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ G. രവികുമാർ അധ്യക്ഷം വഹിച്ചു. TV സതീഷ്, TV ശശികുമാർ, PK രാജു, കർമ്മ ഡയറക്ടർ C. ജനാർദ്ദനൻ, നാറ്റ്പാക് ടെക്നിക്കൽ ഓഫീസർ C. മുരളീധരപിള്ള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. യൂണിയന്റെ അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തത്. KPVU സംസ്ഥാന പ്രസിഡന്റ് NR ഉമാനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CI2വിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഹൌസിംഗ് കൺസ്ട്രക്ഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPVU സംസ്ഥാന പ്രസിഡന്റ് NR ഉമാനാഥ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 7-8 തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് 2 ദിവസത്തെ പരിപാടിയിൽ 7-8 തീയതികളിൽ സംസ്ഥാന സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ നടത്താനുള്ള തീരുമാനം CITയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വിപുലമായ ട്രേഡ് ഫെയർ ആയിരുന്നു ഈ മാസത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു വിപുലമായ ട്രേഡ് ഫെയർ.
ജില്ലാ പ്രസിഡന്റ് രാകേഷ് ഐക്കൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി ഷിബുലാൽ, സന്തോഷ് കുറുവയൽ, സുരേന്ദ്രൻ, ആനന്ദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക ലോണുകൾക്കുള്ള മൊറട്ടോറിയം നിർത്തലാക്കണമെന്ന് കിസാൻ ജ്യോതി ഫാർമേഴ്സ് ക്ലബ്ബ്, പൊതുസ്ഥലങ്ങളിൽ കളനാശിനികൾ പൂർണ്ണമായും നിരോധിക്കണമെന്നും ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ വിള ഇൻഷുറൻസ് കർഷകരെ വഞ്ചിക്കുന്ന പദ്ധതി നിർത്തലാക്കുക, വയനാടിനെ മലയോര ജില്ലയായി ഉൾപ്പെടുത്തുക, ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സബ്സിഡി ലഭ്യമാക്കുക, തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ കാതലായ മാറ്റം വരുത്തുക, കൃഷിഭവൻ മുഖേന വിതരണം നടത്തുന്ന ഗുണനിലവാരം കുറഞ്ഞ വളങ്ങളും കീടനാശിനികളും നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങളും കിസാൻ ജ്യോതി ഫാർമേഴ്സ് ക്ലബ്ബ് ഉന്നയിച്ചു. കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് കാലഹരണപ്പെട്ട നഷ്ടപരിഹാര മാനദണ്ഡങ്ങൾ മാറ്റി കാലോചിത നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കണമെന്നും കർഷകരും ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ സൗഹൃദ സമിതികൾ രൂപീകരിക്കണമെന്നും കിസാൻ ജ്യോതി ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഷ്ടത്തിനും 13% പലിശ ഈടാക്കും. മോദി സർക്കാർ കേരളത്തോട് രാഷ്ട്രീയമായി പകവീട്ടുകയാണെന്ന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ KC അബു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ INTUC നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ INTUCയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ KC അബു ധർണ ഉദ്ഘാടനം ചെയ്തു. മോഡി സർക്കാർ കേരളത്തോട് രാഷ്ട്രീയമായി പകവീട്ടുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തോട് രാഷ്ട്രീയമായി കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഒപ്പം നിൽക്കാത്തതിന്റെ പേരിൽ കേരളത്തോട് അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തോടും സംസ്ഥാനത്തെ ജനങ്ങളോടും പകപോക്കുന്ന ഒരു സമീപനമാണ് മോഡിയുടെ സർക്കാർ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ കാര്യത്തിൽ അവഗണിച്ചു. അതുപോലെ പൊതു ബഡ്ജറ്റ് വന്നപ്പോൾ എയിംസ്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. K രാജീവൻ, MP വിജയൻ, TM സുകുമാരൻ, KT അരവിന്ദാക്ഷൻ, ഇന്ദിര വേണുഗോപാൽ, ഗൗരി ശങ്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. റെയിൽ ബജറ്റിനെ രാഷ്ട്രീയമായി വിലയിരുത്തരുതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ AV അനൂപ് പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റെയിൽവേ ബജറ്റ് അവലോകന ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയതാണ് പുതിയ റെയിൽവേ ബജറ്റെന്നും രാഷ്ട്രീയമായി അതിനെ വിലയിരുത്തുന്നത് ശരിയല്ലെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ AV അനൂപ്. ശുചിത്വം, മികച്ച ഭക്ഷണം, കൂടുതൽ സൗകര്യങ്ങളുള്ള കോച്ചുകൾ തുടങ്ങിയവയാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമുള്ളവ നേടിയെടുക്കുന്നതായി പദ്ധതികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലെ കൃത്യതയില്ലായ്മയാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെയും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നേതൃത്വത്തിൽ നടന്ന ബജറ്റ് അവലോകന ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊടുക്കുന്ന കാരണം ഉൾപ്പെടെ ഇതിന്റെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർ പറഞ്ഞു നമുക്കൊരു എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് പ്രകാരം 3600 കോടി രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അതായത് ബാക്കിയുള്ള എക്സ്പ്രസ് ട്രെയിൻസും അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു ഡെമോ സർവീസോ മെമോ സർവീസോ ആയിട്ട് ഷോർട്ട് സർവീസ് ആയിട്ട് കൂടുതൽ തരിക നമ്മളായിക്കോട്ട് വരുന്ന പറഞ്ഞാൽ അത് പൈസ വാങ്ങിപ്പോയി. ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രി 148% ലൈൻ കപ്പാസിറ്റി ഉള്ള സ്ഥലത്ത് 100 ട്രെയിൻസിന് പകരം 140 ട്രെയിൻസ് ഓടിക്കുന്ന 120 130 ട്രെയിൻസ് ഓടിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് അഡീഷണൽ ട്രെയിൻ സർവീസ് പാർക്കുക? അഡീഷണൽ ട്രെയിൻ സർവീസ് ഉണ്ടെങ്കിൽ അതായത് എന്താ ലൈൻ കപ്പാസിറ്റി 24 മണിക്കൂർ നേരത്തേക്ക് 24 മണിക്കൂർ എത്രമാത്രം നിങ്ങൾ ഗ്രാഫിക് നോക്കുകൊണ്ടിട്ട് നിങ്ങൾ സ്റ്റേറ്റ് കൺട്രോൾ ഒട്ടുകൂടി ഇതിലേക്ക് കണ്ടുപിടിക്കണം എത്രമാത്രം ട്രെയിൻസ് നമുക്ക് ഓടിക്കാൻ പറ്റും, അതിൽ എത്ര എക്സ്പ്രസ് ട്രെയിൻസ് ഓടിക്കാം, എത്ര പാസഞ്ചർ ട്രെയിൻസ് ഓടിക്കാം, അങ്ങനെ ട്രെയിൻസ് പാസ് എങ്ങനെയുണ്ടാകും. അതിനാണ് സാച്ചുറേറ്റഡ്, ഇറ്റ് ഫുള്ളി സാച്ചുറേറ്റഡ്. കോൺഫെഡറേഷൻ വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണി അധ്യക്ഷനായിരുന്നു. മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരൻ ചർച്ച നിയന്ത്രിച്ചു. ബജറ്റ് ലക്ഷ്യബോധത്തോടെയുള്ളതാണെന്നും ഭാവിയിലെ റെയിൽവേയെ മുന്നിൽ കണ്ടുള്ളതാണെന്നും ചർച്ച വിലയിരുത്തി. ചേംബർ പ്രസിഡന്റ് PTS ഉണ്ണി, CA കുഞ്ഞിരാമൻ നായർ, KM ഗോപിനാഥ്, KJ ജോയി, ജോണി പട്ടാണി, ജോർജ് C പോൾ, K കരുണാകരൻ നായർ, AP അൻവർ, TP വാസു തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ.
ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495 4062 001. ഷോപ്പിംഗ് ഒരു ഉത്സവമാക്കാം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. വെള്ളയിൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വെള്ളയിൽ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ പഠനോപകരണ വിതരണം നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാലയത്തിന്റെ സാരഥിയായി പ്രവർത്തിച്ചപ്പോൾ ഒരു സ്കൂളിന്റെ അങ്കണത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ എനിക്കറിയാം എന്താണ് ഇവിടുത്തെ അന്തരീക്ഷമെന്ന്. ഒരുപാട് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി പോരുന്ന എനിക്ക് ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു വല്ലായ്മ. കാരണം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കുക, നവീകരിക്കുക എന്ന പദ്ധതിയുമായി മുന്നോട്ട് വരികയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഞങ്ങൾ ഈ കൗൺസിൽ ചാർജ് എടുത്തപ്പോൾ ആദ്യമായി ഒരുപക്ഷെ എന്നോട് സ്കൂളിന് ബിൽഡിംഗ് ആവശ്യപ്പെട്ട വ്യക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപനേതാവ് ശ്രീ മുഹമ്മദ് അലിയാണ്. അന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഫണ്ട് വിദ്യാഭ്യാസ കമ്മിറ്റിക്ക് വേണ്ടി അനുവദനീയമായ ഫണ്ടിൽ സുധീർ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം TC പുരുഷോത്തമൻ, ഹിൽഡ ടീച്ചർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ കൌൺസിലർ K മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലീലാമ ടീച്ചർ, MA റഹ്മാൻ, ഐഡ ഡിസ്യൂസ, മദർ PTA പ്രസിഡന്റ് M മാരിയാത്ത്, NP ബഷീർ, KS അരുൺദാസ്, T മണി, NP പത്മനാഭൻ, T മനോജ് എന്നിവർ സംബന്ധിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. ഇലക്ട്രോണിക് റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന SG ഗ്രൂപ്പിന്റെ SG ഇലക്ട്രോണിക്ക ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. LG റീജിയണൽ മാനേജർ K സുധീർ SG ഷോറൂം ഉദ്ഘാടനം ചെയ്തു. SG ഇലക്ട്രോണിക്ക മാനേജിംഗ് ഡയറക്ടർ KT ഷാജി അധ്യക്ഷം വഹിച്ചു. SG ഇലക്ട്രോണിക്ക എക്സിക്യൂട്ടീവ് ഡയറക്ടർ KT ജിസ്റ്റോ ആദ്യ വിൽപ്പന നടത്തി. ഫ്രാൻസിസ് ആലുക്ക, വർഗീസ് ആലുക്ക എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഫാദർ ഡേവിഡ് ദേവസി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ലോകോത്തര ബ്രാൻഡുകൾ ഇനി SG ഷോറൂമിൽ ആവശ്യക്കാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. 25,000 ചതുരശ്ര അടിയിലൊരുങ്ങിയ SG ഇലക്ട്രോണിക്സ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോപ്പ് കൂടിയാവുകയാണ്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 2.5 കോടി രൂപയുടെ സമ്മാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ മൊബൈൽ ഫോണാണ് സമ്മാനമായി നൽകുന്നത്. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കാലിക്കറ്റ്. ഫോൺ 0495 27612222. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കർക്കിടകം 1 പൊതുജന ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഭാരതീയ ചികിത്സാ വകുപ്പും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും മണാശ്ശേരി KMCT ആയുർവേദ കോളേജും സംയുക്തമായാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിപാടികളെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയിരിക്കുകയാണെന്ന് കേരള യുക്തിവാദി സംഘം കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. വലംബരി ശംഖ്, അക്ഷയ തൃതീയ, കുബേരകുഞ്ചി എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച് ഇത്തരം പരിപാടികൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കേരള യുക്തിവാദി സംഘം കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മർച്ചന്റ്സ് എഡ്യൂക്കേഷൻ കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫറോക്ക് വ്യാപാരി ഭവനിൽ കൊമേഴ്സ് മാനേജ്മെന്റ് പഠനത്തിന് മാത്രമായി ഒരു പുതിയ കോളേജ് ആരംഭിക്കുന്നു.
കേരളത്തിൽ ആദ്യമായി വ്യാപാരികളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ചിട്ടുള്ള കോർപ്പറേറ്റ് കോളേജ് ഓഫ് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ ഈ വർഷം ഫസ്റ്റ് ബികോം, +2, ഫസ്റ്റ് എംകോം ക്ലാസുകളിലേക്കാണ് പ്രവേശനം ആരംഭിക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം കനത്തു. ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിൽ കൃഷിനാശം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷനിലെ കുടുംബശ്രീയെ തകർക്കാനുള്ള UDF നീക്കത്തിൽ പ്രതിഷേധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് നടത്തി. റോഡ് എഞ്ചിനീയറിംഗിലെ പിഴവും വാഹനപ്പെരുപ്പവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് സിറ്റി പോലീസ് മേധാവി AV ജോർജ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.